ATACMS അതുകൂടാതെ വീണ്ടും പല ലോങ് റേഞ്ച് മിസൈൽസ് ഉക്രൈന് നൽകിയപ്പോൾ റഷ്യയിൽ നിന്നും ഒരറിയിപ്പ് വന്നു. നിങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ ഓരോ ആയുധങ്ങൾ ഉക്രൈന് കൊടുക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള വെപ്പൺസ് നിങ്ങളുടെ ശത്രുക്കൾക്ക് നൽകാമോ? ഇങ്ങനെയായിരുന്നു ആ ചോദ്യം. ഇപ്പോൾ വന്ന മറുപടി, ഇല്ലില്ല, അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഈ ഗ്ലോബൽ സെക്യൂരിറ്റിക്കും ലോകത്തിന്റെ സമാധാനത്തിനും നിങ്ങൾ ഭംഗം വരുത്തുന്നു. നിങ്ങൾ ലോക സമാധാനം നശിപ്പിക്കുന്നുവെന്ന് നിങ്ങളിൽ ഞങ്ങളൊരു കുറ്റം ചുമത്തുമെന്ന് എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഒരു പഴി കേൾക്കേണ്ടി വന്നു. ഇപ്പോൾ അതിന്റെ തുടർച്ചയായി എത്രയും പെട്ടെന്ന് സിറിയയിൽ നിന്നും UK ഒരു ബേസിൽ റഷ്യൻ മെയ്ഡ് മിസൈൽസ് ഉപയോഗിച്ച് ഒരു അറ്റാക്ക് നടത്തും. ആ ഒരു അറ്റാക്കിന് റഷ്യ തന്നെ കാരണമായേക്കാം. എന്തിന്? റഷ്യ തന്നെ അങ്ങനെ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാമെന്നും ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി നമ്മൾ കാണാൻ പോകുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം. ഈ യുദ്ധത്തെ സംബന്ധിച്ച് പല രീതിയിൽ പല വേർഷൻസിൽ കഥകൾ വരുന്നുണ്ട്. കഥ എന്ന് പറയുമ്പോൾ ഉക്രൈൻ ചെയ്യുന്ന കാര്യത്തെ ഒരു രീതിയിലും റഷ്യ ചെയ്യുന്ന കാര്യത്തെ മറ്റൊരു രീതിയിലും, ഇങ്ങനെ രണ്ട് രീതിയിലാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പടരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ അറ്റാക്ക് നടത്താൻ ആവശ്യമായ മിസൈൽസ് ഞങ്ങൾ നൽകാം. അങ്ങനെ നൽകുന്ന മിസൈൽസിന് ഉക്രൈൻ യാതൊരു നാടിനോടും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ആ വെപ്പൺസ് ഉപയോഗിച്ച് റഷ്യയിൽ അറ്റാക്ക് നടത്താം. അതിന് കാരണമായി ഒരു വിശദീകരണം ഇവർ നടത്തി. ഉക്രൈനുള്ളിൽ റഷ്യ അറ്റാക്ക് നടത്തുന്നത് തെറ്റല്ലേ? അത് തെറ്റ് തന്നെയാണ്. ഉക്രൈൻ ഒരൊറ്റ നാടാണ്, സ്വതന്ത്ര നാടാണ്, ഡെമോക്രസി അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട്ടിൽ എങ്ങനെ റഷ്യക്ക് അറ്റാക്ക് നടത്താൻ സാധിക്കും? അപ്പോൾ ഈ സ്ഥലത്ത് റഷ്യയല്ലേ കയ്യേറ്റം നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ റഷ്യ ആക്രമിക്കുന്നതിന് ഉക്രൈനെ സഹായിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് നൽകിയ വിശദീകരണം. വെറുതെ ഇരിക്കുന്ന ഒരു നാടിനെ മറ്റൊരു നാട് ചെന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അത് ഡിഫെൻഡ് ചെയ്യാൻ ഏതൊരു നാടിനും അവകാശമുണ്ട്. മറ്റൊരു ഭാഗത്ത് റഷ്യയെ നോക്കിയാൽ, ഞാൻ എൻ്റെ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ നീയാണ് എനിക്കെതിരെയുള്ള ഒരു കൂട്ടത്തെ ചേർത്തുകൊണ്ടിരിക്കുന്നത്. എന്നെ നശിപ്പിക്കാൻ വിചാരിക്കുന്ന ഒരു നാട്, എന്നെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം രൂപം കൊണ്ട ഒരു നാടുമായി നീ സഖ്യം ചേർന്നു. അങ്ങനെ ചേർന്ന് നാളെ നീയും അവനുമായി ചേർന്ന് എനിക്കെതിരെ തിരിയും. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം നീ ചെയ്തു തന്നാൽ മതി. ഇവരുടെ കൂടെ നീ ചേരില്ല എന്ന് ഒരേ ഒരു വാക്ക് മാത്രം തന്നാൽ മതി. ഞാനും നീയുമായി യാതൊരു പ്രശ്നവും നടക്കില്ല. ആ ഒരു ഗ്യാരണ്ടി മാത്രം നീ നൽകിയാൽ മതി എന്ന് ചോദിച്ചു. പക്ഷേ ഉക്രൈൻ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നമായി ഇത് മാറിയത്. ശരി, ഇത് പ്രശ്നമായി മാറിയതിന് ശേഷം പോലും റഷ്യ ചെയ്തത് ഒരു 60 കിലോമീറ്ററോളം കോൺവേ പീരങ്കിയെല്ലാം നിർത്തിവെച്ചിരുന്നപ്പോഴും സമാധാന ചർച്ചയ്ക്ക് വേണ്ടി മാത്രം ആ സൈന്യത്തെ എല്ലാം പിൻവാങ്ങി. എന്നാൽ അങ്ങനെ റഷ്യ പിന്നിലേക്ക് പോകുന്നത് വരെയും സമാധാനമായിരുന്ന ഉക്രൈൻ റഷ്യ പിൻവാങ്ങിയതിന് ശേഷം, ഇല്ലില്ല, ഞങ്ങൾക്കിതൊന്നും സാധിക്കില്ല, ഞങ്ങൾ സറണ്ടർ ആകില്ല, നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിനും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ആ ഒരു സ്ഥലത്ത് ഫുൾ സ്റ്റോപ്പ് വെച്ച് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യത്തെ വീണ്ടും തുടർന്നു കൊണ്ടുപോയതുകൊണ്ട് ഈ യുദ്ധം എന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും റഷ്യ പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നാറ്റോയിൽ നീ ചേരരുത്. ഡോൺബോസ് റീജിയണിനെ ഇൻഡിപെൻഡന്റ് റീജിയനെ അറിയിച്ചാൽ മാത്രം മതി, ഈ ഒരു യുദ്ധത്തെ അവസാനിപ്പിക്കാം. എന്നാൽ ഇതൊന്നും ഉക്രൈൻ കേൾക്കാൻ തയ്യാറല്ല. ഈ രണ്ട് വേർഷൻസും നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിൽ അവരവരെടുക്കുന്ന തീരുമാനമനുസരിച്ച് ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് എപ്പോഴാണ് സംഭവിച്ചതെന്നറിയാമോ? അമേരിക്കൻ മെയ്ഡ് ATACMS മിസൈൽ സിസ്റ്റം ഉക്രൈൻ നൽകിയപ്പോഴാണ്. അതുവരെയും റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ ഉക്രൈൻ ഡയറക്റ്റ് ഒരു അറ്റാക്കിനോ അല്ലെങ്കിൽ അമേരിക്കൻ മെയ്ഡ് വെപ്പൺസ് ഉപയോഗിച്ച് റഷ്യയ്ക്കുള്ളിൽ അറ്റാക്ക് നടത്തണമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ എപ്പോഴാണോ ലോങ് റേഞ്ച് മിസൈൽസ് നൽകിയത്, അപ്പോൾ മുതൽ ഉക്രൈനുള്ള ഗ്രീൻ സിഗ്നലും കിട്ടി. ഞാൻ നിനക്ക് വെപ്പൺസ് നൽകുന്നുണ്ട്, ഞാൻ നൽകുന്ന വെപ്പൺസ് ഉപയോഗിച്ച് നിനക്ക് ആരെ വേണമെങ്കിലും തകർക്കാം. നിന്റെ ശത്രു റഷ്യയാണോ? അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെയും നിങ്ങൾക്ക് അറ്റാക്ക് നടത്താം. അവരുടെ ടെറിട്ടറിക്കുള്ളിൽ നിനക്ക് അറ്റാക്ക് നടത്താനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് ഒരു അപ്രൂവൽ അമേരിക്കയും മറ്റ് സിസ്റ്റംസ് നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങളും നൽകി. ഇപ്പോൾ റഷ്യ എന്താണ് പറഞ്ഞത്? നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഉക്രൈനെ സംബന്ധിച്ച് ഞാൻ അഗ്രസ് ആയിരുന്നാൽ എന്നെ നശിപ്പിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്, അത് ശരിയാണ്. അതേസമയം നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരുപാട് നാടുകളുമുണ്ടല്ലോ. അമേരിക്കക്കെതിരായ നാടുകളുണ്ട്, ബ്രിട്ടനെതിരായ ഒരുപാട് നാടുകളുണ്ട്, ഫ്രാൻസിനെതിരായ ഒരുപാട് നാടുകളുണ്ട്, ജർമ്മനി. ഇങ്ങനെ ലോകത്തിൽ ശത്രുക്കളില്ലാത്ത നാടുകൾ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് ശത്രുക്കളായിട്ടുള്ള നാടുകൾ,
നിങ്ങൾക്ക് പ്രശ്നം തരുന്ന നാടുകൾക്ക് ഞങ്ങൾ വെപ്പൺസ് കൊടുക്കും. അങ്ങനെ നോക്കിയാൽ ഈ ലോകത്തിലുള്ള 80% നാടുകൾക്കും റഷ്യ വെപ്പൺസ് നൽകേണ്ടതായി വരും, ഈ അമേരിക്ക എന്ന ഒറ്റ നാടിന് എതിരെ. കാരണം 1980 ശേഷം മാത്രം ഏകദേശം 17 നാടുകളിൽ അമേരിക്ക പ്രശ്നം നടത്തിയിട്ടുണ്ട്. ആ നാടുകളിൽ ഡയറക്റ്റ് ബോംബിടുക, ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ എല്ലാ നാടുകൾക്കും ഞാൻ വെപ്പൺസ് കൊടുക്കട്ടെ എന്ന് അമേരിക്കയോട് റഷ്യ ഒരേ ഒരു കാര്യം മാത്രം ചോദിച്ചു. ഇല്ലില്ല, അതൊക്കെ തെറ്റാണ്, അതെങ്ങനെ നിനക്ക് നൽകാൻ സാധിക്കും, നീ നൽകരുത് എന്ന് അപ്പോൾ ആ ഒരു പ്രശ്നത്തെ അമേരിക്ക അവസാനിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ അടുത്ത ഘട്ടമായി റഷ്യ അതോടുകൂടി അവസാനിപ്പിച്ചില്ല. അടുത്ത ഘട്ടം സൈപ്രസ് ആണ്. സൈപ്രസിനെ കുറിച്ച് ഒരുപാട് പേർ സംസാരിച്ചു. ഗ്രീസിനും തുർക്കിക്കും ഇടയിൽ പ്രശ്നമുണ്ടാകുന്നു, അതും ഈ സൈപ്രസിനെ അടിസ്ഥാനമാക്കി ഉണ്ടാകാൻ പോകുന്നു. എന്തുകൊണ്ട് ഈ പ്രശ്നം വരുന്നു? എന്തുകൊണ്ട് ഈ രണ്ട് നാടുകളും സൈപ്രസ് എന്ന ഐലാൻഡിനെ ബേസ് ചെയ്ത് പ്രശ്നമുണ്ടാക്കുന്നു? ഇതിനുത്തരം വളരെ ഷോർട്ടായി പറഞ്ഞാൽ, ഈ സൈപ്രസിനെ സംബന്ധിച്ച് 1800 മുതൽ ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ബ്രിട്ടന്റെ കൺട്രോളിലേക്ക് ഈ സൈപ്രസ് വരുന്നു. ഇത് കഴിഞ്ഞ് ഒട്ടോമൻ സാമ്രാജ്യം അത് ബ്രിട്ടന്റെ പക്കൽ തന്നെ തിരികെ കൊടുക്കുന്നു. റഷ്യയുടെ അറ്റാക്കിൽ നിന്നും ഇന്നത്തെ തുർക്കിയെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു സ്ഥലമാണ് ബേസായി പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു സ്ഥലത്തെ ബ്രിട്ടൻ തന്നെ കൈവശപ്പെടുത്തി. ഇതിനുശേഷം ലോകയുദ്ധം അവസാനിപ്പിച്ചു. ബ്രിട്ടന്റെ കൺട്രോൾ തന്നെയായിരുന്നു അപ്പോഴും സൈപ്രസ് ഉണ്ടായിരുന്നത്. 1960 ഓഗസ്റ്റ് മാസം സ്വതന്ത്ര നാടായി ഇതിനെ അറിയിക്കുന്നു. എന്നാൽ ഈ ഒരു സ്ഥലത്ത് എങ്ങനെ പ്രശ്നം വന്നു എന്ന് ചോദിച്ചാൽ, സൈപ്രസ് ആ ഒരു ദ്വീപിൽ ജീവിക്കുന്ന ജനങ്ങളിൽ 70% കൂടുതൽ ജനങ്ങൾ ഈ ഗ്രീസിലെ ഒറിജിൻസ് ആയിരുന്നു. ബാക്കിയുള്ള 30% 22% കൂടുതൽ ആളുകൾ തുർക്കി ഒറിജിൻസ് ആയിരുന്നു. ഇത് ജിയോഗ്രഫിക്കലി വൈസ് ഏഷ്യയുമായി ചേർന്നിരുന്നാലും കൾച്ചർ വൈസ് യൂറോപ്യൻ കോണ്ടിനെന്റിലുള്ളതായിരുന്നു. അങ്ങനെ ഇവർക്കിടയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. 1970കളിൽ തുർക്കി ഈ ഒരു സ്ഥലത്തെ ക്യാപ്ചർ ചെയ്യാനായി ഇൻവേഷൻ നടത്തി. ഈ ഒരു ഇൻവേഷന് മുൻപ് ഒരുപാട് ആഭ്യന്തര യുദ്ധം അവിടെ നടത്താനും ശ്രമിച്ചു. എന്നാൽ അതെല്ലാം തോൽവിയിൽ അവസാനിച്ചു. ഇങ്ങനെ 1970 തുർക്കി ഇങ്ങനെ ഒരു പ്രശ്നം നടത്തിയതിനു ശേഷം ഗ്രീസും സൈപ്രസിനെ സപ്പോർട്ടായി വരുന്നു. ലോക നാടുകളെല്ലാം തുർക്കിക്ക് എതിരായി നിൽക്കുന്നു. ഇപ്പോൾ റഷ്യ ഉക്രൈനിൽ എന്താണോ സംഭവിക്കുന്നത് അതിലും മോശമായ പ്രശ്നങ്ങൾ സൈപ്രസിൽ നടന്നിരുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ലോകനാടുകളെല്ലാം തലയിട്ട് അതിന്റെ നോർത്തേൺ ഭാഗത്തെ മാത്രം, ചില ചതുരശ്ര കിലോമീറ്റർ ഭാഗം മാത്രം തുർക്കിക്ക് സപ്പോർട്ടായിട്ടുള്ള ആ ഒരു സംഘടനയ്ക്ക് കൊടുത്തു. എന്നിട്ട് നടുവിൽ ഒരു ബഫർ സോൺ ഇട്ടു. ഈ ഒരു സോൺ കഴിഞ്ഞ് യാതൊരുവിധ പ്രശ്നവും വരാൻ പാടില്ല എന്നും പറഞ്ഞു. എന്നാൽ ഈ സമയത്ത് തുർക്കി ചെയ്തത് ആ ഒരു ഭാഗത്തിനെ ഇൻഡിപെൻഡന്റ് നാടായി അറിയിക്കുന്നു. പക്ഷെ ലോകനാടുകൾ ആരും അത് അംഗീകരിച്ചില്ല. അന്നുണ്ടായ ഒരു പ്രശ്നമാണ് തുർക്കിക്കും ഗ്രീസിനും ഇടയിൽ ഇന്നും തുടരുന്നത്. ഇതിനിടയിൽ ഒന്നാം ലോക മഹായുദ്ധ സമയം മുതൽ UK ഒരു ബേസ് ഗ്രീസിലുണ്ടായിരുന്നു. ഇതിന് എക്രൂട്ടറി ബേസ് എന്ന് പറയും. ഈ ഒരു ബേസ് UK എത്രത്തോളം പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇസ്രായേലിനെ അവർ സഹായം ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ മൊത്തം മിഡിൽ ഈസ്റ്റിനെയും മോണിറ്റർ ചെയ്യുന്നതിനും ആ ഒരു മിഡിൽ ഈസ്റ്റിനെ അവരുടെ കൺട്രോളിൽ വെച്ചിരിക്കുന്നതിനും ഈ ഒരു ബേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ടൈഫൂൺ വിമാനങ്ങളുണ്ട്, വീണ്ടും ഒരുപാട് ടാങ്ക്സ്, റേഡാർ വിമാനങ്ങൾ, ഇങ്ങനെ എല്ലാം ഈ ഒരു ബേസിലാണുള്ളത്. സൈപ്രസിലുള്ള ഈ ഒരു ബേസ് UK നിന്നും കട്ടായാൽ മിഡിൽ ഈസ്റ്റിന് ഇവർക്ക് ആക്സസ് ചെയ്യാനേ സാധിക്കില്ല. മറ്റ് ബേസുകൾ നഷ്ടപ്പെട്ടാൽ പോലും ഇവർക്ക് ഇത്രയും പ്രശ്നം വരില്ല. എന്നാൽ ഈ ഒരു ബേസ് നഷ്ടമായാൽ UK അത് വലിയ നഷ്ടമായി മാറും. ഇത് മെഡിറ്ററേനിയൻ സീയിലാണുള്ളത്. മധ്യകിഴക്കൻ നാടുകളെ കൺട്രോളിൽ വയ്ക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ബേസ് ആണ്. ഇത് സിറിയയിൽ നിന്നും എത്ര ദൂരത്തിലാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ വെറും 200 കിലോമീറ്റർ മാത്രം. സിറിയയിൽ നിന്നും വെറും 200 കിലോമീറ്റർ ദൂരത്തിലാണ് സൈപ്രസ് ഉള്ളത്. ഇവിടെ ശ്രദ്ധിച്ചാൽ നേരത്തെ സിറിയയിൽ റഷ്യൻ സൈന്യമുണ്ട്, തുർക്കിയുടെ സൈന്യവുമുണ്ട്. ഈ രണ്ട് നാടുകൾക്കുമിടയിൽ ഒരുപാട് ഡീൽസും പോകുന്നുണ്ട്. ഇപ്പോൾ റഷ്യയുടെ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ, ഈ സിറിയയിൽ റഷ്യയ്ക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ചില സംഘടനകളുണ്ട്, അവർക്ക് ലോങ് റേഞ്ച് വെപ്പൺസ് നൽകണം. ഇപ്പോൾ ഹൂതീസിനെ സംബന്ധിച്ച് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 600 കിലോമീറ്റർ വരെയും പോയി അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന വെപ്പൺസ് ഇറാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ അത്രത്തോളം ഒന്നും നൽകേണ്ട ആവശ്യമില്ല. വെറും 200 കിലോമീറ്റർ ദൂരം പോയി അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വെപ്പൺ നൽകിയാൽ ഈ എയർബേസിനെ സിറിയയിൽ വെച്ച് തന്നെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. സിറിയയിൽ നിന്നും ഒരു മിസൈൽ അയച്ച് ഡയറക്റ്റ് ആ ഒരു ബേസിനെ നശിപ്പിക്കും. അങ്ങനെ UK ഒരു തിരിച്ചടി കൊടുത്തതുപോലെ ആകും എന്നുള്ളൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ് റഷ്യ എടുത്തിരിക്കുന്നത്. ഇത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ റഷ്യ ഇത് ഡയറക്റ്റ് ചെയ്യുമോ? അങ്ങനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്താൽ പ്രശ്നം റഷ്യയ്ക്കും UK വരുമല്ലോ എന്ന് ചോദിച്ചാൽ, അവിടെയാണ് റഷ്യയുടെ ഗെയിം പ്ലാൻ ഉള്ളത്.
എങ്ങനെയാണോ ഉക്രൈനെ ഒരു പ്രോക്സിയായി ഉപയോഗിച്ച് റഷ്യക്കെതിരെയുള്ള എല്ലാ യുദ്ധങ്ങളും അമേരിക്ക ചെയ്യുന്നത്, അതുപോലെ സിറിയയിലുള്ള റഷ്യൻ സപ്പോർട്ടുള്ള ട്രൂപ്സിനെ ഒരു പ്രോക്സിയായി ഉപയോഗിച്ച് UK-ക്കെതിരെയുള്ള അറ്റാക്ക് റഷ്യ നടത്തും. ഇത് വെറും റിപ്പോർട്ട് മാത്രമാണ്. ഇതിന്റെ പ്ലാനുകൾ ഒരുപക്ഷെ റഷ്യ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇത് എപ്പോ നടക്കും? ഉടൻ തന്നെ നടക്കുമോ? അല്ലെങ്കിൽ അടുത്ത എപ്പോഴെങ്കിലും ഒരു എസ്കലേഷൻ നടക്കുമ്പോഴാണോ ഇത് ചെയ്യുക എന്നൊക്കെ ചോദിച്ചാൽ ഉടൻ തന്നെ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ F-16 വരവിനെ കുറിച്ചാണ് ലോകമെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ F-16 ഏത് സ്ഥലത്ത് ഓപ്പറേറ്റ് ആകും, അത് എങ്ങനെ ഓപ്പറേറ്റ് ആകും എന്നുള്ള ഒരു ചോദ്യവുമുണ്ട്. ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യം UK-യോ നാറ്റോ സംബന്ധിക്കുന്ന ഏതെങ്കിലും നാട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സിറിയയിലുള്ള ട്രൂപ്സിന് റഷ്യൻ മിസൈൽസ് പോകും. അങ്ങനെ ഈ അക്രീറ്ററി ബേസിലും ഒരു അറ്റാക്ക് നടക്കും. ഈ ഒരു ബേസിനെ സംബന്ധിച്ച് റഷ്യയുടെ 5 ഇസ്കാൻഡർ മിസൈൽസ് മാത്രമുണ്ടെങ്കിൽ മതിയാകും. ആ ഒരു ബേസിനെ മുഴുവനായും അൺഓപ്പറേറ്റീവ് ആക്കാൻ സാധിക്കും. കാരണം മറ്റ് ബേസുകളിൽ ഉള്ളതുപോലെ ഇതിന് എക്സ്ട്രാ റൺവേ ഒന്നുമില്ല. ഒരേ ഒരു മെയിൻ റൺവേ മാത്രമാണുള്ളത്. അടുത്ത് അതിനെ ഹാങ്ങറിലേക്ക് കൊണ്ടുപോകാനുള്ള ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് മാത്രമാണുള്ളത്. ഈ ഒരു ബേസിന് ഒരേ ഒരു മെയിൻ റൺവേ മാത്രമാണുള്ളത്. അതിനെ നശിപ്പിക്കാൻ 5 ഇസ്കാൻഡർ ബാലിസ്റ്റിക് മിസൈൽസ് മാത്രം തന്നെ മതി. അത് തന്നെ വളരെ കൂടുതലാണ്. ഇനി ഈ ബേസിൽ റഷ്യയുടെ ശ്രദ്ധ വളരെ കൂടുതലായിരിക്കും. UK ഇതിനെ കൗണ്ടർ ചെയ്യാൻ മറ്റെന്തെങ്കിലും ചെയ്യുമോ? അല്ലെങ്കിൽ UK സിറിയയിൽ റഷ്യയുടെ ട്രൂപ്സിനെതിരെ എന്തെങ്കിലും അറ്റാക്ക് നടത്തുമോ എന്ന് ചോദിച്ചാൽ ആദ്യം ഇക്കാര്യം റഷ്യ എസ്കലേറ്റ് ചെയ്യുന്നതുവരെയും UK വലുതായി ഒന്നും ചെയ്യില്ല. ഒരു പക്ഷേ റഷ്യ പ്രോക്സി ഉപയോഗിച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും റഷ്യയിൽ ഡയറക്റ്റ് UK കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ അവർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലത്ത് UK ആയിരിക്കും കയ്യേറ്റം ചെയ്യാൻ വരുന്നവർ. അവരെ ഡിഫെൻഡ് ചെയ്യാനായി റഷ്യ തിരികെ അറ്റാക്ക് ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും വരിക. അങ്ങനെ ലോകനാടുകൾക്ക് മുൻപിൽ റഷ്യ വീണ്ടും കാണിക്കും, ഞാനല്ല കയ്യേറ്റം ചെയ്തത്, അവരാണ് ഇങ്ങോട്ട് കയ്യേറ്റം ചെയ്യാൻ വന്നത് എന്ന്. അതിനാൽ ഈ ഒരു സ്ഥാനത്ത് UK ആദ്യമേ ഒന്നും ചെയ്യാൻ പോകില്ല. റഷ്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അറ്റാക്ക് വരുന്നത് വരെയും അവർ ശാന്തരായി കാത്തിരിക്കും. ഇനി അങ്ങനെ വന്നാലും പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? UK-യുടെ ബേസിൽ ഡയറക്റ്റ് റഷ്യ അറ്റാക്ക് നടത്താൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അമേരിക്ക എങ്ങനെയാണ് ഉക്രൈനെ പ്രോക്സി ഉപയോഗിക്കുന്നത് അതുപോലെ ഒരു പ്രോക്സി വാർ റഷ്യ ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.